ഹായ് ഹലോ നമസ്കാരം ആരെയാണ്. അപ്പൊ ഇന്ന് ഞങ്ങള് ഒരു ലോങ് ഡ്രൈവ് ആട്ടോ. ലോങ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണൂർക്ക് പോവാ. നമ്മുടെ മുത്തപ്പനെ കാണാൻ വേണ്ടി പോവാണ്. നമ്മുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. അപ്പൊ ഇനി വേറെ ആരുമില്ല, ഞാനും ലാലും, ദേ നമ്മുടെ സ്വന്തം യാദൂട്ടനുണ്ട്. യാദൂട്ടൻ കിടന്ന് ഉറങ്ങുവാ. അവനെ രാവിലെ ഏറ്റപടിയെ ഞങ്ങൾ ഇങ്ങ് എടുത്തോണ്ട് പോരുമായിരുന്നേ. അപ്പൊ ഞങ്ങൾ പോകുന്ന വിശേഷങ്ങളൊക്കെ നമുക്കങ്ങ് കണ്ടു കണ്ടു പോയാലോ. ഇറങ്ങിയപ്പോ ഉണ്ടല്ലോ നല്ല മഴയുണ്ടായിരുന്നു അല്ലേ ലാലു? ഞങ്ങളിപ്പോ വെച്ച സാധനം രാത്രിക്ക് എടുത്ത് വെക്കാൻ മറന്നുപോയി. മറന്നുപോയതല്ല, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് സമയം ലേറ്റ് വെച്ചു. ഞാൻ അലാറം വെച്ചു, പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയി. അലാറം ഞാൻ അടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ഞാൻ എപ്പോഴും ഓഫ് ചെയ്തു. എന്നിട്ട് കയറി കിടന്നു. എന്നിട്ട് ഇറങ്ങിയപ്പോ ലേറ്റ് ആയി. പിന്നെ അത് എടുത്ത് വെച്ചു. പിന്നെ എന്നാ നമ്മള് പാക്ക് ചെയ്ത സാധനം എല്ലാം കയറ്റി മഴയത്തായി വെച്ചത്. അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിങ്ങ് വന്ന വഴിക്ക് കുറച്ച് മഴയുണ്ടായിരുന്നു, പിന്നെ കുറച്ച് വെയില്, പിന്നെ വെയിലും മഴയും. അങ്ങനെ വെയിലും മഴയും കുറുക്കന്റെ കല്യാണമായിരുന്നു. ഇപ്പൊ ഇവിടെ മഴയില്ലേ. നമ്മളിപ്പോ എവിടെയായി? ഒരട്ടി. നമുക്ക് ഒരു 5 മണിക്കൂർ ട്രാവൽ ഉണ്ടേ. പക്ഷെ ഒരു രസം എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിന് പോകാം, വന്ദേ ഭാരതിൽ ബുക്ക് ചെയ്തിട്ട് പോകാമെന്നായിരുന്നു നമ്മൾ തീരുമാനിച്ചിരുന്നത്. പിന്നെ നോക്കി കഴിഞ്ഞപ്പം എല്ലാവരുടെയും ഡ്യൂട്ടി ടൈമും എന്റെ ഓഫും ചക്കിയുടെ ഓഫും ഒക്കെ വന്നിട്ട് നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് ഒത്തു വന്നു. പിന്നെ ഉള്ളവരായിട്ട് നമുക്കങ്ങ് പോകാം. വണ്ടിക്കാകുമ്പോൾ നിർത്തി 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 നമ്മുടേതായ സൗകര്യത്തിന് പോകാം. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് എവിടെയെങ്കിലും ഇറങ്ങണമെങ്കിൽ ഇറങ്ങാലോ. അപ്പൊ കൊച്ചിനെ കൊണ്ടൊരു ട്രിപ്പും ആയിക്കോളും. അവനെ കൊണ്ട് നമ്മൾ അങ്ങനെ വെക്കേഷൻ നമുക്ക് വലിയ സ്ഥലത്തൊന്നും പോകാൻ പറ്റിയില്ല. അപ്പൊ അവനും ഒരു ട്രിപ്പ് മൂഡ് ആയിക്കോട്ടെ എന്ന് ഓർത്തു. പക്ഷെ അവന്റെ ട്രിപ്പ് മൂഡാണ് കിടന്നുറങ്ങുന്നത്. കുറച്ച് കഴിയുമ്പോ ഒന്ന് ഏറ്റു. ഞങ്ങള് പോന്നപ്പോ ഒന്ന് ഏറ്റായിരുന്നേ. ഏറ്റ് കഴിഞ്ഞിട്ട് പിന്നെ കയറി കിടന്നങ്ങ് ഉറങ്ങി. കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ നേരത്തെ അല്ലേ ഞങ്ങള് പിന്നെ കടന്നോളാൻ പറഞ്ഞു. പിന്നെ അങ്ങനെ കയറി കിടന്ന എഴുന്നേറ്റ് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഫുൾ പവറാ. പിന്നെ ആരും ഏറലും ആയിരിക്കും. എവിടെ പോവാം? ആ അപ്പൊ ലാലു പോയി പൈസ എടുത്തിട്ട് വരട്ടെ. അപ്പൊ നമുക്ക് കുറച്ച് കാര്യം പറയട്ടെ ഞാന്. അതായത് എനിക്കിങ്ങനെ മുത്തപ്പനെ കാണണം എന്ന് എനിക്ക് തോന്നിയത്, ഞങ്ങൾ മസ്കറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഉണ്ടായിരുന്നേ, ഗോപിക എന്നവളുടെ പേര്. അപ്പൊ ഞാനിങ്ങനെ ഗുരുവായൂർ പോകും. ഞാൻ എല്ലാ വർഷവും ഞങ്ങൾ ഗുരുവായൂർ പോകും. എനിക്ക് ഗുരുവായൂരമ്പലത്തിൽ പോകണം. ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും എനിക്ക് അവിടെ പോയില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവളോട് പറഞ്ഞപ്പോൾ അവൾ ഇങ്ങനെ എന്നോട് പറഞ്ഞു തന്നാണ് മുത്തപ്പന്റെ കാര്യം. അപ്പോൾ അവൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എടി നീ ഒരിക്കലെങ്കിലും അവിടെ ഒന്ന് പോണം, അവിടെ കാണണം, മുത്തപ്പൻ എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു അത്ഭുതമാണ് എന്ന് പറഞ്ഞപ്പോഴത്തേനും എനിക്കത് അറിയാനും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ അങ്ങും അങ്ങും ഒക്കെ നമുക്ക് ഒരു വർഷം, ഇപ്പോൾ ഒരു 3-4 വർഷമായി കേട്ടോ അത് പറഞ്ഞിട്ട്. അപ്പം എന്നിട്ടും അവൾ പറഞ്ഞ കാര്യം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് അങ്ങ് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. അത് കഴിഞ്ഞ് ഞാൻ ഈ പ്രാവശ്യം ആയപ്പം എനിക്ക് ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് തോന്നത്തില്ലേ, ഒരു എന്തോ ഒരു നമുക്ക് ഉള്ളിൽ നിന്ന് വരത്തില്ലേ, കാണണം, അല്ലെങ്കിൽ എനിക്ക് സ്വപ്നത്തിൽ കാണുമോ, അല്ലെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് വിചാരിക്കുന്നതുകൊണ്ടായിരിക്കും എനിക്കിത് ഉള്ളിൽ വന്നപ്പോൾ ഞാൻ ലാലിനോട് പറഞ്ഞു, ഈ പ്രാവശ്യം വെക്കേഷൻ വരുമ്പോൾ എന്തായാലും നമുക്കൊന്ന് മുത്തപ്പനെ കാണാൻ പോകണം, എനിക്കിത് കാണണം. നമുക്ക് കിട്ടുന്ന സാഹചര്യം ചിലപ്പം എനിക്കിപ്പോൾ അവിടെ എത്താനുള്ള സമയം ആയിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കുമേ. അങ്ങനെ ഞാൻ ഈ പ്രാവശ്യം പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പല കാര്യങ്ങൾ വന്നു. ഇപ്പോൾ എനിക്ക് ഓഫിൻ്റെ കാര്യമില്ലായിരുന്നു, എനിക്ക് ലീവ് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് എന്തോ ഒരു നമുക്ക് അവിടെ എത്താറായ സമയം ആയപ്പോഴത്തേനും നമ്മളെ വിളിച്ചു, മുത്തപ്പൻ വിളിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നേ. അപ്പം നമ്മൾ എന്തായാലും, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എൻ്റെ ഈ പ്രാവശ്യത്തെ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇതാര് നമ്മുടെ പൊന്നോ. അയ്യോ, ഇത് എന്നാടി പൊന്നെ ഇത്. ഉറക്കം പോയോ? നമ്മുടെ കുഞ്ഞുവാളയാണോ ഗൈസ്? ഇതാണോ? എന്താ നമ്മുടെ കുഞ്ഞാവയാണോ? ഉണ്ടല്ലോ, നമ്മൾ ഈ പ്രാവശ്യത്തെ വെക്കേഷനിലുണ്ടല്ലോ നമുക്ക് കുറേ അൺപ്ലാൻഡ് ആയിട്ടുള്ള കാര്യം നടന്നു കേട്ടോ. അതായത് നമ്മൾ ഒത്തിരി പ്ലാൻ ചെയ്ത കാര്യത്തെക്കാളും അൺപ്ലാൻഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ നടന്നു. അതൊക്കെ നമുക്കുണ്ടല്ലോ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം സാധാരണ നമ്മുടെ വെക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നാ പറയുന്നത്, നമുക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ സമയം നമ്മൾ എടുക്കാറില്ലായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ഒരു സമയം എടുത്ത് ഞങ്ങളുടെ യാദോട്ടനെയും കൊണ്ട് ഞങ്ങൾ കറങ്ങാനൊക്കെ പോകാറൊക്കെ ഉണ്ട്. ആണോ? ചമ്മി എന്ത് പൈസ ഇല്ലായിരുന്നു ഗൈസ്. അതൊന്നും ഏട്ടത് കണ്ടില്ലേ, ചെറുക്കനെ എവിടെയായിരുന്നു നിർത്തിയൊന്ന് ബ്രഷ് ചെയ്യിച്ചാൽ കൊള്ളാന്നുണ്ട്. ഞങ്ങൾ ബ്രഷ് അവൻ ഉറക്കായതുകൊണ്ടല്ലോ ഞങ്ങൾ ബ്രഷും പേസ്റ്റും എല്ലാം എടുത്തോണ്ടാ പോന്നെ.
ഹോട്ടലിൽ ചെല്ലുന്നോളം വരെ ഇവനെ നോക്കാൻ പറ്റുമോ? ചെറുക്കൻ്റെ പല്ല് തേപ്പും കുളിയൊക്കെ കഴിഞ്ഞേ. കഴിഞ്ഞ 1 മിനിറ്റ്. കുട്ടൻ ഗൈസ് പല്ല് തേച്ചു, ഡ്രസ് ഇട്ടു. ഞങ്ങൾ ആ ഇടയ്ക്ക് കിട്ടിയ ഒരു ഗ്യാപ്പില് ഇനിയിപ്പോ എവിടെയെങ്കിലും ഇറങ്ങി ഞങ്ങളൊരു കോഫി കുടിക്കണം, ഫുഡ് കഴിക്കണം. വിശപ്പിന്റെ വിളി വന്നുകൊണ്ടിരിക്കുന്നു. എവിടം വരെ വന്നു യാതോട്ടാ? വന്നുകൊണ്ടേയിരിക്കുന്നു വിശപ്പിന്റെ വിളി. നമുക്ക് ഒരു കോഫി കുടിച്ചിട്ട് വന്നാലോ യാതോട്ടോ? ഓ യാദവ് ചായയും വടയൊക്കെ കഴിച്ചിട്ട്, അല്ല കോഫിയും വടയും കഴിച്ചിട്ട് യാദോട്ടനാണെങ്കിൽ റെസ്റ്റ് എടുക്കുവാണ് ഗൈസ്. ഇനി നമ്മള് ചപ്പാത്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടേ. അത് നമുക്കൊരു ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് നിന്നിട്ട് നമുക്ക് ഞം 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 ഞം. മുത്തപ്പന്റെ പാട്ട് പഠിക്കാതെ യാതൊട്ടൻ എന്നാ കഴിക്കുന്നേ? എന്നതൊക്കെ? ചപ്പാത്തി ന്യൂട്രലിനെ ഞങ്ങള് മുളകിടിച്ചത്, ചപ്പാത്തി. എങ്ങനെയുണ്ട് ലാലു? അടിപൊളി. നല്ല മുളകിടിച്ചാണോ? നമ്മുടെ ഇവിടെ അവിടെ ഇല്ല വെള്ളം ഇരിപ്പുണ്ട്. അതിൻ്റെ അകത്ത് എടുക്കാൻ വെച്ച് നല്ല മുളക്. സൂപ്പറാ, നല്ല രസമുണ്ട്. നല്ല ക്ലൈമറ്റ് അല്ലേ? നല്ല ക്ലൈമറ്റ് ആട്ടോ. അപ്പോൾ നമ്മളിവിടെ അടുത്ത് വണ്ടി നിർത്തിയിട്ട് കഴിച്ചിട്ട് അങ്ങ് പോകാൻ നോക്കും. കഴിക്കട്ടെ. നമ്മളിപ്പോൾ എവിടം വരെ ഏതായാലും കുന്നംകുളം കഴിഞ്ഞു. ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? നമ്മൾ ചപ്പാത്തിയൊക്കെ കൊണ്ടുവന്ന കേട്ടോ. ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ കുറച്ച് ഫുഡ് കരുതുവേ. എന്തേലും സ്നാക്സും എന്തേലും ചപ്പാത്തിയോ അങ്ങനെ എന്തേലും നമ്മൾ കരുതാറുണ്ട്. കാരണം പിള്ളേരും വലിയ ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ ഇപ്പം അച്ഛനെ കൊണ്ടൊക്കെ പോകണമെങ്കിൽ ഷുഗറൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ എന്തായാലും എന്തേലും ഒരു ഫുഡ് നമ്മൾ കരുതാറുണ്ട് ഏത് ട്രിപ്പിന് പോയാലും. ഇന്നിപ്പം മുളക് തിന്നേൻ്റെയാ എരിയുന്നതേ. അപ്പം നല്ല മുളകിടിച്ചത് അമ്മ രാവിലെ നല്ല വെളിച്ചെണ്ണയ്ക്കകത്തൊക്കെ വറുത്ത മുളകിടിച്ചത് തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നിന്റെ ബെഡിനെ കുറിച്ച് എന്താടാ പറയാനുള്ളത്? സൂപ്പർ. ഇവിടെ കിടക്കാം, അതെങ്ങനെ കിടക്കാം. അതുകൊണ്ട് നല്ല ഉറക്കം. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ടയേർഡായി, അന്നേരം കിടന്നുറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് വീണ്ടും ഇനി എന്തെങ്കിലും ഞം കഴിക്കണം. അത് കഴിഞ്ഞ് വീണ്ടും കിടന്നുറങ്ങണം. പിന്നെ കുറച്ച് നേരം പുതപ്പൊക്കെ പതച്ച് യാതോട്ടം കിടക്കും. പക്ഷെ ഒരു കാര്യം പറ്റിയെന്ന് പറഞ്ഞാൽ യാതോട്ടന്റെ വണ്ടി ഒന്നും എടുത്തിട്ടില്ല. അതൊരു വല്ലാത്തൊരു ചതിയായി പോയി. ഞാവൽപ്പഴം മേടിച്ചോണ്ട് വന്നു. യാതോട്ടന്റെ മാംഗോസ്റ്റിൻ. മാംഗോസ്റ്റിൻ ആണല്ലേ? ഞാവൽപ്പഴം മേടിച്ചില്ല. ഞാവൽപ്പഴം വാങ്ങിച്ചില്ല. എന്നാ പോയേക്കല്ലേ? ഞാൻ അങ്ങനെ ഞാവൽപ്പഴം അങ്ങനെ ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും കണ്ടപ്പോഴോ കഴിച്ചിട്ടുള്ള. പിന്നെ കേറിക്കടാ അമ്മ ഇരിക്കട്ടെ. മാംഗോസ്റ്റിൻ തിന്നു. എങ്ങനെയുണ്ട്? കൊള്ളാം. നമ്മളിപ്പോ കണ്ണൂരെത്തി. ഇനിയിപ്പോ ഒരു എന്തേലും കുടിക്കാൻ എന്തേലും കുടിച്ചിട്ട് നമുക്ക് പോകാൻ നോക്കാം റൂമിലോട്ടെ. ദാഹിക്കുന്നു. അത് കഴിഞ്ഞ് റൂമിൽ പോയി റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോയി ഫുഡ് കഴിക്കാന്ന് വെച്ചു. യാതൊട്ടിനെ പുതപ്പിൻ്റെ അകത്തുണ്ടോട്ടെ. യാതൊട്ട് നല്ല ഉറക്കാണേ. ഇവിടെ ഒരു ചെറിയ ഷോപ്പിലേക്ക് എല്ലാവരും പോയത്. അവിടെ ചെന്നിട്ട് ഒരു സർബത്ത് വാങ്ങിച്ച് കുടിച്ചിട്ട്
നമുക്കങ്ങ് പോകാം എന്നോർത്തു. താങ്ക് യു ഹബീബി. അത് കേക്കാം. കേക്ക് വേണം. അടുത്തല്ലോ അയ്യോ ജലദോഷം തുമ്മല്. ഞാനൊരു മനസ്സാ. അതെ, ചെറുക്കൻ ഉറങ്ങുന്ന ഭാഗ്യമില്ല. ഞങ്ങളിപ്പോ കൊന്നേനെ. എത്ര മണിക്കൂറത്തെ എത്രയായിരുന്നു? 7 8 പൊന്നെ. ആ 8 മണിക്കൂർ എടുത്തു. പക്ഷെ മൊത്തത്തിൽ 8 മണിക്കൂർ എടുത്തു. നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ വെയിറ്റിംഗ് ഏരിയയിൽ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങോട്ട് അങ്ങ് ഇരുന്നു. ഇവിടെ വന്നാന്ന് പറയാം. അപ്പം നമ്മൾ ഹോട്ടലിലാണ് വെയിറ്റിംഗ്. അപ്പം നമ്മൾ നേരെ റൂമിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒന്ന് ഫ്രഷായി കേട്ടോ. അപ്പോൾ എൻ്റെ യാതോടനാണെങ്കിൽ അറിയാമല്ലോ, എവിടെ നിൽക്കുന്നില്ല, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ വഴക്ക് പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രിപ്പിൻ്റെ മൂടേ അങ്ങ് പോകുന്നുണ്ട്. നമ്മൾ അവനെ അങ്ങനെ അങ്ങ് വിട്ടിരിക്കുവാണ്. അപ്പോൾ റൂമിൽ ചെന്ന് നമ്മളൊന്ന് ഫ്രഷായി, ജസ്റ്റ് ഒന്ന് ഫ്രഷായി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി പോകുന്ന ഒരു കാപ്പി കുടിക്കണം. സത്യം പറഞ്ഞാൽ തലവേദന എടുക്കുന്നുണ്ട്. നമുക്കൊരു കാപ്പി കുടിക്കണമല്ലോ. എനിക്ക് കാപ്പി കുടിച്ചില്ലെങ്കിൽ എൻ്റെ കൈ വരയ്ക്കും ഗൈസ്. ചൂട് സമൂസ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സമൂസ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്താ ഓർഡർ ചെയ്തത്? ബോണ്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല കോഫി. ആഹാ, ഈ കോഫി ഒരു സിപ്പങ്ങ് കുടിക്കുമ്പോഴുണ്ടല്ലോ ഭയങ്കര ഒരു ഉന്മേഷമാണ് എനിക്ക്. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ? എനിക്കങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു എനർജിയാണ്. അപ്പോൾ യാദോട്ടന് എപ്പോഴും ഉള്ള എക്സ്പ്രഷൻ തന്നെ ഇട്ടു. എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനുണ്ടല്ലോ നമ്മൾ തോർത്തെടുക്കാൻ മറന്നായിരുന്നു. പിന്നെ ഞങ്ങൾ പോയി അവിടെ നിന്ന് അടുത്ത് തന്നെ കടയിൽ നിന്ന് തോർത്തൊക്കെ വാങ്ങി നേരെ റൂമിൽ വന്ന് ഫ്രഷായി ഒരുങ്ങി നിടങ്ങി കേട്ടോ. ഇതിൻ്റെ പുതിയ സെറ്റാണ്. എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടപ്പെട്ടോ? അപ്പം ഞങ്ങളിങ്ങനെ അമ്പലത്തിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ എനിക്കറിയത്തില്ല എനിക്ക് എന്താ ഫീലിംഗ് എന്നുള്ളത്. എൻ്റെ കൈ ഇങ്ങനെ, എനിക്ക് സന്തോഷം കൂടുമ്പോൾ നമ്മുടെ ചങ്ക് ഇങ്ങനെ വല്ലാണ്ട് കിടന്ന് ഇടിക്കത്തില്ലേ? ചങ്ക് ഇടിക്കുവാണോ, പിടയ്ക്കുവാണോ, അതോ സങ്കടം വരുവാണോ, സന്തോഷം വരുവാണോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ നല്ല വൃത്തിയായിട്ട് തൊഴുതിറങ്ങി, നന്നായിട്ട് തൊഴാൻ പറ്റിയായിരുന്നു. തൊഴുതിറങ്ങി ഞങ്ങൾ പ്രസാദമൊക്കെ കിട്ടി. ഞങ്ങൾ മുത്തപ്പൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി എല്ലാവരും അവിടെ ഇരുന്ന് പ്രസാദമൊക്കെ കഴിച്ച് കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ റൂമിൽ വന്നു കേട്ടോ. പക്ഷേ പൊതുവെ ഭയങ്കര ചൂടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഇനി എന്താ, ചിന്തിക്കട കണ്ട യാതൊട്ട് നമ്മളെ വെറുതെ വിടുവോ? അപ്പം ഞങ്ങൾ ആ വഴി മുഴുവൻ നടന്ന് ചിന്തിക്കടയിൽ നിന്ന് എന്തൊക്കെയോ സാധനം പുള്ളി തപ്പുന്നുണ്ട്, തിരിച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഒരു തരത്തിൽ ഒരു കടയിൽ അങ്ങ് പിടിച്ചങ്ങ് നിർത്തി കേട്ടോ. പിടിച്ചങ്ങ് നിർത്തിയിട്ട് ഒരു മിഷൻ ഗൺ അങ്ങ് വാങ്ങിച്ചു കൊടുത്തു. അത് പുള്ളിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ അത് നമ്മൾ സർബത്ത് വാങ്ങിച്ചായിരുന്നു. അത് എന്തൊരു ചൂടാണെന്നറിയാവോ. നമ്മുടെ ഇവിടുത്തെ കോട്ടയത്തെ അപേക്ഷിച്ച് കണ്ണൂർ കുറച്ചും കൂടി ചൂട് കൂടുതലാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഈ ഫാനിൻ്റെ ചോട്ടിൽ അങ്ങ് വന്നിരുന്നപ്പോഴല്ല ഭയങ്കര ഒരു നിർവൃതി, അങ്ങ് ചൂട് കാരണമേ. പിന്നെ ഞങ്ങൾ നല്ല തിരക്കുണ്ടായിരുന്നേ ഈ പക്ഷെ നമുക്ക് തൊഴാനുള്ള ഇതിൽ നമ്മൾ അതൊക്കെ അങ്ങ് മറന്നു കേട്ടോ. പോയി കടന്നൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നാളെ ഞാൻ ഫ്രഷ് ആയിട്ട് ഒന്നുകൂടെ മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട് വരും. എനിക്ക് ഒന്നുകൂടെ കാണണം. അപ്പോൾ എൻ്റെ ഇങ്ങനെ യാത്രയിൽ നിങ്ങളെയും ഞാൻ കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ.